നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഒരു കാർഗോ കപ്പൽ ഉൾക്കടലിൽ മറിഞ്ഞത്. ഇപ്പോൾ ആ കപ്പൽ പൂർണ്ണമായും മുങ്ങിയെന്ന വിവരം വരുന്നുണ്ട്. എന്തായാലും 600-ലധികം കണ്ടെയ്നറുകളുമായി പുറംകടലിലേക്ക് പോയ ഒരു ലിബിയൻ ഫ്ലാഗ് ഉള്ള കപ്പലാണ് പുറംകടലിൽ മുങ്ങിയത്. കൊച്ചി തീരത്തു നിന്നും ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പലിൻ്റെ സ്ഥാനം എന്ന് കോസ്റ്റ് ഗാർഡ് പറയുന്നുണ്ട്. തീർച്ചയായും ഇത് ആഴക്കടലാണ്, കോസ്റ്റ് ഗാർഡിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് കപ്പൽ ഏതാണ്ട് 25 ഡിഗ്രിയിലധികം ചരിയുകയും ഏതാനും ചില കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തത്. ഈ കണ്ടെയ്നറുകളിൽ 600-ലധികം കണ്ടെയ്നറുകളിൽ ആ കപ്പലിലുണ്ടായിരുന്നു. അതിൽ 13 കണ്ടെയ്നറുകൾക്കുള്ളിൽ അത്യന്തം വിഷകരമായ അല്ലെങ്കിൽ അത്യന്തം അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത് എന്ന് കോസ്റ്റ് ഗാർഡ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്തെ ജനത ജാഗ്രത പാലിക്കണമെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയും കോസ്റ്റ് ഗാർഡിൻ്റെ ഈ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഒരു മധ്യ കേരളത്തിനും വടക്കൻ കേരളത്തിലേക്കുമായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുക എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു. ഈ കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ ഒരുപക്ഷെ ഒഴുകി ഈ പറയുന്ന മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ കണ്ടെയ്നറുകളിൽ നിന്നും കൃത്യമായ അകലം പാലിക്കണമെന്നും എണ്ണപ്പാട അടക്കമുള്ളവ അത് എവിടെ വേണമെങ്കിലും എത്താം എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ എണ്ണപ്പാട അടക്കം കണ്ടു കഴിഞ്ഞാൽ അതിൽ സ്പർശിക്കരുത് എന്നുമൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആഴക്കടലിൽ കപ്പൽ മറിയുന്നു, അതും കേരള തീരത്തിനടുത്ത്. ഇത് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇത് തീർച്ചയായും അതിനകത്ത് ഒരു 13 കണ്ടെയ്നറുകളിൽ മാത്രമേ അപകടകരമായ കാർഗോ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് തീർച്ചയായും കേരള സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു അപകടമാണ്. കാരണം വിഴിഞ്ഞം പോലുള്ള ഒരു പദ്ധതി കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ ഒന്നു മാത്രമാണിത്. ഈ അപകടത്തെ നമ്മൾ ആ രീതിയിൽ കാണുകയും സർക്കാർ, ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ വിഷയമാണ്, കോസ്റ്റ് ഗാർഡ് അത് നോക്കിക്കൊള്ളും എന്നല്ല, മറിച്ച് ഇത്തരം അപകടങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ആ അപകടങ്ങളിൽ നിന്നും കേരളത്തെ എങ്ങനെയാകും രക്ഷിക്കുക എന്നും സർക്കാർ ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖം ഒരു വലിയ മദർ പോർട്ടാണ്, ഇന്ത്യയിലെ ഏക മദർ പോർട്ടാണ്. ഇവിടങ്ങളിലേക്ക് വലിയ വലിയ മദർ ഷിപ്പുകൾ വരും. ആ മദർ ഷിപ്പുകളിൽ വരുന്ന ചരക്കുകൾ, കണ്ടെയ്നറുകൾ ചെറിയ ചെറിയ ഷിപ്പുകളിലേക്ക് ലോഡ് ചെയ്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചില വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ പോവുക. ഇതാണ് വിഴിഞ്ഞത്ത് നടക്കുന്ന പ്രവൃത്തി. അങ്ങനെ നടക്കുമ്പോൾ നിരവധി കപ്പലുകൾ വരികയും നിരവധി കപ്പലുകൾ പോവുകയും ചെയ്യും. ആ സമയത്ത് കേരള തീരത്ത് ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ എണ്ണ ടാങ്കറുകൾ അടക്കം വന്ന് എത്തിയേക്കാവുന്ന സാഹചര്യം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഇതിലും വലിയ അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെ കേരളത്തിലെ തീരദേശത്തെ രക്ഷിക്കും എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. ഇത് ആഴക്കടലിലെ മാത്രമല്ല, ഒരുപക്ഷെ കണ്ടെയ്നറുകളിൽ പുറത്തേക്ക് കേരളത്തിൽ ഇറങ്ങി റോഡ് മാർഗം പോകാനുള്ള സാഹചര്യമൊക്കെ ഭാവിയിൽ വന്നേക്കാം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റോഡുകളെല്ലാം ഇപ്പോൾ അതിന് പര്യാപ്തമല്ല. മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക റോഡുകളും റെയിൽവേകളും ഒന്നും ഇതുവരെയും സാക്ഷാത്കരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അത്തരം പദ്ധതികളെ ഇഴഞ്ഞു നീക്കാതെ തീർച്ചയായും അതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രാധാന്യം നൽകി അത്തരം പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കണം എന്നുകൂടിയാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വിഴിഞ്ഞം തുറമുഖം പോലെയുള്ള ഒരു വലിയ പദ്ധതി, ഈ സംസ്ഥാനത്തിന് ഏറെ ഗുണകരമായേക്കാവുന്ന വലിയ പദ്ധതി, രാജ്യത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പദ്ധതി, നൂറുകണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ സാധ്യതയുള്ള ഒരു വലിയ പദ്ധതി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില സൈഡ് എഫക്റ്റുകളും അപകടങ്ങളും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സംസ്ഥാനം, പ്രത്യേകിച്ചും കേരള സംസ്ഥാനം കരുതിയിരിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്ന ഒരു അപകടമാണ് ഇന്നലെ ആഴക്കടലിൽ നടന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.